Chapter 2 Wonders of Visible Light. Hi students, welcome to our basic science class and we are discussing our second chapter, that is Wonders of Visible Light. അല്ലേ, നമ്മൾ ലൈറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വണ്ടേഴ്സിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് അല്ലേ. അപ്പം നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ അതിൻ്റെ ലൈറ്റിൻ്റെ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടി പഠിച്ചു. ദാറ്റ് എന്തായിരുന്നു? റിഫ്ലക്ഷൻ അല്ലേ. ഒരു ലൈറ്റ് റേ എവിടെയെങ്കിലും ഒരു സർഫസിൽ വന്നിട്ട് പതിക്കുമ്പോൾ ആ ലൈറ്റ് റേ റിഫ്ലക്റ്റ് ചെയ്യും അല്ലേ. അപ്പം നമ്മൾ 2 sorts ഓഫ് റിഫ്ലക്ഷൻ പറഞ്ഞു. ഏതൊക്കെയായിരുന്നു? റെഗുലർ റിഫ്ലക്ഷൻ ആൻഡ് ഓൾസോ ഡിഫ്യൂസ് റിഫ്ലക്ഷൻ അല്ലേ. സർഫസ് അനുസരിച്ചിട്ട് ലൈറ്റ് റേ വന്ന് പതിക്കുന്ന സർഫസ് അനുസരിച്ചിട്ട് 2 ടൈപ്പ് ഓഫ് റിഫ്ലക്ഷൻ നടക്കും. വൺ ഈസ് റെഗുലർ റിഫ്ലക്ഷൻ ആൻഡ് അതർ ഈസ് ഡിഫ്യൂസ് റിഫ്ലക്ഷൻ. അത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു അല്ലേ. ഓക്കെ, ഇനി നമുക്ക് മിറേഴ്സിനെ കുറിച്ചിട്ട് സംസാരിക്കാം. ഓക്കെ, പ്ലെയിൻ മിറർ എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ലേ അല്ലേ. പ്ലെയിൻ സർഫസ് ഉള്ള അതിനാണ് നമ്മൾ പ്ലെയിൻ മിറർ എന്ന് പറയുന്നത്. സോ വി ഹാവ് അണ്ടർസ്റ്റുഡ് ദാറ്റ് ലൈറ്റ് വുഡ് ഗെറ്റ് റിഫ്ലക്റ്റഡ് വെൻ ഇറ്റ് ഫെൽസ് ഓൺ എ സർഫസ് അല്ലേ. ഒരു സർഫസിൽ വന്ന് പതിക്കുമ്പോൾ അത് റിഫ്ലക്റ്റ് ചെയ്യുമെന്ന് മനസ്സിലായി. പക്ഷെ അത് ഏത് ഡയറക്ഷനിലോട്ടാണ്? നമ്മൾ ഏത് ഡയറക്ഷനിൽ ലൈറ്റ് അടിക്കുമ്പോൾ വേറെ ഏത് ഡയറക്ഷനിലോട്ടാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത് എന്നൊക്കെ മനസ്സിലാക്കണ്ടേ. അതിനു വേണ്ടിയിട്ട് വി ക്യാൻ ഡു an activity. ഓക്കെ, എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഒരു പ്ലെയിൻ മിറർ എടുക്കുക, അതിലോട്ട് നമ്മളൊരു ടോർച്ച് അടിക്കുക. ഓക്കെ, ടോർച്ച് കൊണ്ട് ലിറ്റ് ചെയ്യുക. ഓക്കെ, സോ വി ക്യാൻ സീ ദാറ്റ് ലൈറ്റ് റേസ് ആർ ഗെറ്റിംഗ് റിഫ്ലക്റ്റഡ് ഫ്രം ദാറ്റ് സർഫസ്. ഈ ഫിഗറിൽ കാണുന്നില്ലേ അല്ലേ. നമ്മൾ ലൈറ്റ് അടിക്കുമ്പോൾ ലൈറ്റ് റേസും റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ആക്ടിവിറ്റി റിപ്പീറ്റ് ചെയ്യുക. ഡിഫറെൻറ്റ് ഡയറക്ഷനിൽ വെച്ചിട്ട് ചെയ്യുമ്പോഴും നമുക്ക് ഡിഫറെൻറ്റ് ഡയറക്ഷനിൽ റിഫ്ലക്റ്റഡ് റേയും കാണാൻ പറ്റും. ഓക്കെ, before that you should know what is incident ray and what is reflected ray. ഓക്കെ, ആ കാര്യങ്ങൾ ആദ്യം മനസ്സിലാക്കണം അല്ലേ. എന്താണ് ഇൻസിഡൻറ്റ് റേ എന്ന് പറഞ്ഞാൽ? ദ റേ ഫോളിങ് ഓൺ ദ മിറർ. ആ മിററിൽ ഫോൾ ചെയ്യുന്ന, നമ്മളിപ്പോൾ ടോർച്ചൊക്കെ അടിക്കുമ്പോൾ വന്ന് വീഴുന്ന ലൈറ്റ് റേക്കാണ് നമ്മൾ എന്തെന്ന് പറയുക? ഇൻസിഡൻറ്റ് റേ എന്ന് പറയുക. ദ റേ ഫോളിങ് ഓൺ ദ മിറർ ഈസ് കോൾഡ് ഇൻസിഡൻറ്റ് റേ. അപ്പോൾ എന്തായിരിക്കും റിഫ്ലക്റ്റഡ് റേ? നിങ്ങൾക്ക് തന്നെ അറിയാലോ. what will be the reflected ray? The ray reflected from the surface. ആ വന്ന് വീഴുന്ന സർഫസിൽ നിന്നും റിഫ്ലക്റ്റ് ചെയ്യുന്ന ലൈറ്റ് റേക്ക് എന്താന്ന് പറയും? റിഫ്ലക്റ്റഡ് റേ എന്ന് പറയും. ഓക്കെ, സോ ദാറ്റ് ഈസ് അബൌട്ട് ദ ഇൻസിഡൻറ്റ് റേ ആൻഡ് ദ റിഫ്ലക്റ്റഡ് റേ. പിന്നെ ആ സെൻറ്ററിൽ കാണുന്ന ഒരു ലൈനില്ലേ, അതെന്താണ്? ദാറ്റ് ഈസ് നോൺ ആസ് നോർമൽ. എന്താണ് നോർമൽ എന്ന് പറഞ്ഞാൽ? ദ ലൈൻ ഡ്രോൺ പെർപെൻഡിക്കുലർ ടു ദ മിറർ at the point of incidence is called the normal. ആ പോയിന്റ് ഓഫ് ഇൻസിഡൻസ് അല്ലേ, സർഫസിൽ എവിടെയാണോ ഇൻസിഡൻറ്റ് റേ പതിക്കുന്നത് ആ പോയിന്റിൽ നിന്നും നമ്മൾ പെർപെൻഡിക്കുലർ ആയിട്ട് മുകളിലോട്ട് വരക്കുന്ന വരയ്ക്കാണ് നോർമൽ എന്ന് പറയുന്നത്. ദ ലൈൻ ഡ്രോൺ പെർപെൻഡിക്കുലർ ടു ദ മിറർ അറ്റ് ദ പോയിന്റ് ഓഫ് ഇൻസിഡൻസ് ഈസ് കോൾഡ് ദ നോർമൽ. ആൻഡ് വാട്ട് വിൽ ബി ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആൻഡ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ? ഈ ഫിഗറിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലേ? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ആംഗിൾ ബിറ്റ്വീൻ ദ ഇൻസിഡൻറ്റ് റേ ആൻഡ് ദ നോർമൽ അല്ലേ. നോർമലും ഇൻസിഡൻറ്റ് റേൻ്റെ ഇടയിലുള്ള ആംഗിളിനാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുക. ലൈക്ക് ദാറ്റ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ റിഫ്ലക്റ്റഡ് റേ ആൻഡ് ദ നോർമൽ ഈസ് നോൺ ആസ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. അപ്പം ആംഗിൾ ഓഫ് ഇൻസിഡൻസിനെ ഡിനോട്ട് ചെയ്യുന്നത് സ്മോൾ ലെറ്റർ ഐ ആണ്. ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ഈസ് ഡിനോട്ടഡ് ബൈ ദ സ്മോൾ ലെറ്റർ ആർ. സ്മോൾ ലെറ്റർ ആറിലാണ് അത് നമ്മൾ ഡിനോട്ട് ചെയ്യുക. ക്യാൻ വി ഫൈൻഡ് ദിസ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആൻഡ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ? കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കാം. In order to find the angle of incidence and angle of reflection, we can arrange an apparatus as shown in the figure. ഈ ഫിഗറിൽ കാണുന്ന പോലെയുള്ള ഒരു അപ്പാരറ്റസ് നമുക്ക് സെറ്റ് ചെയ്യാം. എങ്ങനെയാണ് അത് സെറ്റ് ചെയ്യുന്നത് നോക്കാം. ഫിക്സ് എ സ്മോൾ മിറർ ഓൺ എനി വൺ ഓഫ് ദ ഇന്നർ സൈഡ്സ് ഓഫ് എ ട്രാൻസ്പെറൻറ്റ് വെസൽ. ഒരു ട്രാൻസ്പെറൻറ്റ് വെസലിൻ്റെ ഉള്ളിലാണ് നമ്മൾ നമ്മുടെ സ്മോൾ മിറർ ഫിക്സ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ആൻഡ് കട്ട് ഔട്ട് ദ ഷേപ്പ് ഓഫ് എ പ്രൊട്രാക്ടർ ഓൺ എ ചാർട്ട് പേപ്പർ ആൻഡ് മാർക്ക് ദ ആംഗിൾസ്. നമ്മളൊരു ചാർട്ട് പേപ്പർ എടുത്തിട്ടേ പ്രൊട്രാക്ടറിൻ്റെ ഷേപ്പിൽ അല്ലേ, ഒരു ബോ ഷേപ്പിൽ നമ്മളത് വെട്ടിയിട്ട് എന്താക്കണം? അതിലെ ആംഗിൾസൊക്കെ മാർക്ക് ചെയ്യണം. ക്ലിയർ ആയിട്ട് ഓരോ മാർക്കിങ്ങും പ്രൊട്രാക്ടറിലും സ്കെയിലൊക്കെ ഉള്ള പോലെ ഈക്വൽ മാർക്കിംഗ് ആയിരിക്കണം. ആൻഡ് പ്ലേസ് ദിസ് വെസൽ ഓൺ ദ ചാർട്ട് പേപ്പർ. നമ്മൾ ആ പ്രൊട്രാക്ടർ ഷേപ്പിൽ കട്ട് ചെയ്തിട്ടുള്ള ചാർട്ട് പേപ്പറിൽ നമ്മളുടെ ഈ ട്രാൻസ്പെറൻറ്റ് വെസൽ വെക്കുക. എന്നിട്ട് അതിൽ ടേക്ക് വാട്ടർ ഇൻ ദ വെസൽ ആൻഡ് ആഡ് എ ഫ്യൂ ഡ്രോപ്സ് ഓഫ് മിൽക്ക് ഓർ സോപ്പ് സൊല്യൂഷൻ. കുറച്ച് ചെറിയ ഡ്രോപ്പ്
സോപ്പ് സൊല്യൂഷനോ മിൽക്കോ ആഡ് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് ആ ലൈറ്റ് റേയുടെ പാത്ത് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടിയിട്ടാണ്. അത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് റിഫ്ലക്റ്റഡ് റേയുടെ ലൈറ്റ് പാത്തൊക്കെ ഏത് പാത്തിലൂടെയാണ് അത് പോകണമെന്നുള്ളതൊക്കെ കാണാൻ പറ്റും. And place a laser torch at an angle and focus its light beam on the mirror. ഓക്കെ, നമ്മളൊരു ഏതെങ്കിലും ഒരു ആംഗിൾ സെലക്ട് ചെയ്തിട്ട് അവിടെ നമ്മളൊരു ലേസർ ടോർച്ച് വെക്കുക. ഓക്കെ, ഫോക്കസ് ഇറ്റ്സ് ലൈറ്റ് ബീം ഓൺ എ മിറർ. നമ്മുടെ വെസലിൻ്റെ ഉള്ളിലുള്ള വെച്ചിട്ടുള്ള മിററില്ലേ, അതിലോട്ട് ഫോക്കസ് ചെയ്യണം ഏതെങ്കിലും ഒരു ആംഗിളിൽ ലേസർ ടോർച്ച് വെച്ചിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ദ ലൈറ്റ് റിഫ്ലക്റ്റഡ് ഫ്രം ദ മിറർ, നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രൊട്രാക്ടർ ഉണ്ടല്ലേ, അപ്പോൾ ആ പ്രൊട്രാക്ടറിൻ്റെ ഹെൽപ്പിൽ നമുക്ക് ആ റിഫ്ലക്റ്റഡ് റേയിൻ്റെ ആംഗിൾ കണ്ടുപിടിക്കാൻ പറ്റും. ലേസർ ടോർച്ചാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് അത് കണ്ണിലൊന്നും വീഴാണ്ട് ശ്രദ്ധിക്കണം ലേസർ ടോർച്ച് വെച്ചിട്ട് നമ്മൾ ഈ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യണം. ഓക്കെ, സോ ബൈ യൂസിങ് ദാറ്റ് പേപ്പർ പ്രൊട്ടാക്ടർ അല്ലേ, നമ്മൾ ആ ചാർട്ട് പേപ്പർ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള പ്രൊട്ടാക്ടർ യൂസ് ചെയ്തിട്ട് നമുക്ക് ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനൊക്കെ കണ്ടുപിടിക്കാനാവും. സോ നമ്മൾ ഡിഫറെൻറ്റ് ഡയറക്ഷനിൽ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ആംഗിളിൽ നമ്മുടെ ലേസർ ടോർച്ച് വെച്ചിട്ട് നമുക്ക് ആ എക്സ്പെരിമെൻറ്റ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആൻഡ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് വെൻ വി പ്ലേസ് ദ ലേസർ ടോർച്ച് അറ്റ് 30 ഡിഗ്രി ഡെഫിനറ്റ്ലി ദ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ വിൽ ഓൾസോ ബി 30 ഡിഗ്രി ആയിട്ട് കാണാൻ പറ്റും. ഇനി വേറൊരു ആംഗിളിൽ വെക്കുമ്പോൾ ഇപ്പോൾ 60ൽ വെക്കുകയാണെങ്കിൽ ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും 60 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അപ്പോൾ എന്താ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആൻഡ് റിഫ്ലക്ഷൻ ആർ ഓൾവേസ് ഈക്വൽ എന്നുള്ളത് നമുക്ക് ഈ ഒരു ആക്ടിവിറ്റിയിലൂടെ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആൻഡ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ആർ ഓൾവേസ് ഈക്വൽ, ഒരേപോലെ ആയിരിക്കും. ഓക്കെ, now we can discuss about the image formation on a plane mirror. അല്ലേ, പ്ലെയിൻ മിററിൽ നമുക്ക് ഏത് രീതിയിലാണ് ഇമേജ് കാണാൻ പറ്റുമെന്ന് നോക്കാം. നമ്മളെല്ലാവരും കണ്ണാടിയിൽ നോക്കുന്ന ആളുകളല്ലേ, ഇപ്പം കണ്ണാടിയുടെ മുന്നിൽ വെച്ചിട്ട് നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് റേസ് ചെയ്ത് നോക്കുക. അപ്പം നമ്മുടെ കണ്ണാടിയിൽ കാണുന്ന ഇമേജിൽ ഏത് കൈയായിരിക്കും പൊങ്ങിക്കിടക്കുക? നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും അല്ലേ, റൈറ്റ് ഹാൻഡാണ്. ഇനി നമ്മൾ റൈറ്റ് ഹാൻഡ് പൊക്കുകയാണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് ആയിരിക്കും റേസ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്താണ് ആ ഒരു ചേഞ്ചിന് റീസൺ എന്താണ്? ഓക്കെ, ആ ഒരു പ്രോപ്പർട്ടിക്കാണ് നമ്മൾ ലാറ്ററൽ ഇൻവേർഷൻ എന്ന് പറയുന്നത്. വാട്ട്? ലാറ്ററൽ ഇൻവേർഷൻ, എ ഷിഫ്റ്റ് ഓഫ് ദി ലാറ്ററൽ സൈഡ് ഓഫ് ദ ഇമേജസ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. നമ്മൾ കാണുന്ന, നമ്മൾ ഈ മിററിൻ്റെ മുന്നിൽ നിന്ന് കാണിക്കുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും മിററിൽ കാണുക അല്ലേ. ആ ഒരു പ്രോപ്പർട്ടിക്കാണ് ലാറ്ററൽ ഇൻവേർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ലാറ്ററൽ ഇൻവേർഷൻ എന്താണെന്ന് ക്ലിയർ ആയോ? ഓക്കെ, അപ്പോൾ അതൊക്കെ കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ തന്നെ കണ്ണാടിയുടെ മുന്നിൽ വെച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കണം. ഓക്കെ, നിങ്ങൾ കണ്ടിട്ടുണ്ട് ആംബുലൻസിൻ്റെ മുകളിൽ ഈ രീതിയിൽ ഇപ്പോൾ ഈ ഫിഗറിൽ കാണുന്ന അതേപോലെ ആയിരിക്കും എഴുതിയിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ അതിൻ്റെ മുൻപിൽ വരുന്ന, റോഡിലൂടെ വരുന്ന മറ്റുള്ള വാഹനങ്ങളിലുള്ള ഡ്രൈവേഴ്സിന് അവരുടെ റെയർ വ്യൂയിലൂടെ, മിററിലൂടെ കാണാൻ പറ്റും. ശരിക്ക് എങ്ങനെയായിരിക്കും വായിക്കാൻ പറ്റുക? നമ്മൾ സാധാരണ ആംബുലൻസ് എഴുതിയ പോലെ ആയിരിക്കും ദേ ക്യാൻ റീഡ്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആംബുലൻസിൽ നേരെ തിരിച്ചിട്ട് അതിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ എഴുതുന്നത്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ഡ്രൈവർക്ക് ക്ലിയർ ആയിട്ട് അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആംബുലൻസ് എന്ന് വായിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അതിൻ്റെ പിന്നിൽ അതാണ് റീസൺ. അപ്പോൾ അതൊക്കെ ഈ ലാറ്ററൽ ഇൻവേർഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇനി ആലോചിക്കരുത് എന്തുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയിട്ടുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ലാറ്ററൽ ഇൻവേർഷൻ. So lateral inversion is one of the property which is shown by an image formed by a plane mirror. ഒരു പ്ലെയിൻ മിററിലൂടെ ഫോം ചെയ്യുന്ന ഇമേജിൻ്റെ ഒരു പ്രോപ്പർട്ടി ലാറ്ററൽ ഇൻവേർഷൻ ആണ്. അതുമാത്രമാണുള്ളത്. നമ്മുടെ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിൻ്റെ സൈസ് എങ്ങനെയായിരിക്കും? ഇപ്പോൾ നമ്മളൊരു മിററിൻ്റെ മുകളിൽ വേറെ ഏതെങ്കിലും ഒരു പെന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്താൽ നമുക്ക് മിററിൽ കാണുന്ന ഇമേജിനും സെയിം സൈസ് ആയിരിക്കുമോ? നിങ്ങളൊന്ന് ചെയ്ത് നോക്കണേ, അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇറ്റ് ഈസ് ഓഫ് ദി സെയിം സൈസ് അല്ലേ, ഒരേപോലെ ആയിരിക്കും സൈസ് ഉണ്ടായിരിക്കുക. നമ്മൾ ഏത് ഒബ്ജക്റ്റ് എത്ര വലുപ്പമാണോ അതേ വലുപ്പമായിരിക്കും പ്ലെയിൻ മിററിൽ കാണുന്ന ഇമേജിൻ്റെ വലുപ്പവും. ഇനി നമ്മളിങ്ങനെ ദൂരം ഇങ്ങനെ കൂട്ടുന്നതിനനുസരിച്ചിട്ട് പ്ലെയിൻ മിററിൽ ഫോം ചെയ്തിട്ടുള്ള ഇമേജിൻ്റെ ഡിസ്റ്റൻസും വ്യത്യാസപ്പെടും അല്ലേ. നമ്മൾ ദൂരം കൂട്ടുമ്പോൾ അവിടെയും ദൂരം കൂടും, ഇവിടെ ദൂരം കുറക്കുമ്പോൾ ഇവിടെയും ദൂരം കുറക്കും അല്ലേ. സോ ദ ഡിസ്റ്റൻസ് between the image and the distance between the object are also
അതും റിലേറ്റ് ചെയ്തിട്ടുള്ളതായിട്ട് മനസ്സിലാക്കാൻ പറ്റും. പ്രോപ്പർട്ടീസ് ഓഫ് ദി ഇമേജ് ഫോംഡ് ബൈ എ പ്ലെയിൻ മിറർ എന്ന് പറയുന്നത് 3 കാര്യങ്ങളാണ് അല്ലേ. സൈസ് എങ്ങനെയായിരിക്കും? നമ്മുടെ ഒരു പ്ലെയിൻ മിററിലൂടെ ഫോം ചെയ്തിട്ടുള്ള ഇമേജിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു ദ സൈസ് ഓഫ് ദ ഒബ്ജക്റ്റ്. നമ്മൾ ഏത് ഒബ്ജക്റ്റിൻ്റെ ഇമേജ് ആണോ ഉണ്ടാക്കിയിട്ടുള്ളത് ആ ഒബ്ജക്റ്റിൻ്റെ സെയിം സൈസ് ആയിരിക്കും അതിൻ്റെ ഇമേജിനും ഉണ്ടായിരിക്കുക. ഓക്കെ, ദെൻ വാട്ട് അബൌട്ട് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഒബ്ജക്റ്റ് ആൻഡ് ദ ഇമേജ്? എങ്ങനെയായിരിക്കും? മിററും ഒബ്ജക്റ്റും തമ്മിലുള്ള ഡിസ്റ്റൻസിന് ഈക്വൽ ആയിരിക്കും മിററും ഇമേജും തമ്മിലുള്ള ഡിസ്റ്റൻസും. സോ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഇമേജ് ആൻഡ് ദ മിറർ വിൽ ബി ഈക്വൽ ടു ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ മിറർ ആൻഡ് ദ ഒബ്ജക്റ്റ്. ഓക്കെ, മൂന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എന്തായിരിക്കും? ദ ഇമേജ് വിൽ അണ്ടർഗോ ലാറ്ററൽ ഇൻവേർഷൻ. ലാറ്ററൽ ഇൻവേർഷൻ എന്ന് പറയുന്ന പ്രോപ്പർട്ടിയും കാണിക്കും. നമ്മൾ പറഞ്ഞൂലേ നേരത്തെ, നമ്മളൊരു മിററിൻ്റെ മുന്നിൽ പോയിട്ട് നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് റൈസ് ചെയ്താൽ മിററിൽ നമുക്ക് കാണാം റൈറ്റ് ഹാൻഡാണ് റൈസ് ചെയ്യുന്നതായിട്ട്. നേരെ റൈറ്റ് ഹാൻഡ് കാണിക്കുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് കാണിക്കും അല്ലേ. അപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ലാറ്ററൽ സൈഡ് കാണിക്കുക. ആ പ്രോപ്പർട്ടിക്കാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? ലാറ്ററൽ ഇൻവേർഷൻ എന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ 3 പ്രോപ്പർട്ടീസാണ് നമുക്ക് പ്ലെയിൻ മിററിലൂടെ ഫോം ചെയ്തിട്ടുള്ള ഇമേജ് കാണിക്കുക. When we talk about plane mirrors, we should also mention about ആറന്മുള mirror. ആറന്മുള കണ്ണാടി എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? What is the peculiarity of ആറന്മുള mirror? ആറന്മുള mirror is actually made with an alloy of special composition. വളരെ പ്രത്യേകതയുള്ള ലോഹസങ്കരങ്ങളെല്ലാം ചേർത്തിട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു കണ്ണാടിയാണ് ആറന്മുള കണ്ണാടി. പ്രത്യേകതരം ചെമ്പും ടിന്നും ഒക്കെ ചേർത്തിട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു കണ്ണാടിയാണ് ആറന്മുള മിറർ. എന്താണ് അതിൻ്റെ പെക്യുലാരിറ്റി? വാട്ട് ഈസ് ദ പെക്യുലാരിറ്റി? ദിസ് മിറർ ഗിവ്സ് എ ക്ലിയറർ ഇമേജ് ദാൻ ദ ഓർഡിനറി മിറേഴ്സ്. നമ്മളൊക്കെ കയ്യിലുള്ള സാധാരണ കണ്ണാടീനെക്കാട്ടിലും കൂടുതൽ ക്ലാരിറ്റിയിൽ നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും നമ്മുടെ ഈ ആറന്മുള മിറർ. ആൻഡ് ഇറ്റ് ഈസ് അല്ലേ നമ്മുടെ കേരളത്തിൻ്റെ ഹെറിറ്റേജുമായിട്ടൊക്കെ വളരെ റിലേറ്റ് ചെയ്തിട്ടുള്ള വളരെ പ്രത്യേകത നിറഞ്ഞ പ്രാധാന്യം നിറഞ്ഞിട്ടുള്ള ഒരു പ്ലെയിൻ മിററാണ് ആറന്മുള മിറർ. ആൻഡ് വാട്ട് ഈസ് ദിസ് ഇമേജ്? ഇതെന്താണ് ഇതിൽ കാണുന്നത്? ദിസ് ഈസ് എ ഫ്ലാറ്റ് സ്റ്റീൽ ലാഡിൽ അല്ലേ. വളരെ ഒരു ഫ്ലാറ്റായിൽ കിടക്കുന്ന ഒരു ലാഡിലാണ് നമ്മൾ കുക്കിംഗ് പർപ്പസിനൊക്കെ ഉപയോഗിക്കുന്ന അല്ലേ തവി എന്ന് പറയില്ലേ. നല്ല പുതിയ സ്റ്റീലിൻ്റെ തവിയൊക്കെ ആണെങ്കിൽ അതിൽ നമുക്ക് എങ്ങനെയാണ് നമ്മൾ അതിലൂടെ നോക്കിയാൽ ഇമേജ് ഫോം ചെയ്യുന്നത് നോക്കാം. നമ്മളെ സാധാരണ പ്ലെയിൻ മിററിൽ നോക്കുന്ന പോലെ തന്നെയാണോ ഇത്തരത്തിലുള്ള ലാഡിലൂടെയൊക്കെ നമ്മൾ നോക്കിയാൽ സെയിം ആയിട്ടാണോ കാണാൻ പറ്റുക? ഈസ് ദർ എനി ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഇമേജ് ഫോംഡ് ഓൺ ദ ഇന്നർ ആൻഡ് ഔട്ടർ സർഫസ്? അത്തരത്തിലുള്ള ഒരു സ്റ്റീൽ ലാഡിലൂടെ നമ്മൾ നമ്മുടെ മുഖം നോക്കിയാൽ അതിൻ്റെ ഇന്നർ സർഫസിലും ഔട്ടർ സർഫസിലും നോക്കുമ്പോൾ എന്തെങ്കിലും ഡിഫറൻസ് കാണാറുണ്ടോ? യെസ്, വി ക്യാൻ സീ സം ഡിഫറൻസസ് വൈൽ വി ലുക്ക് അറ്റ് ദ ഇന്നർ സർഫസ് ആസ് വെൽ ആസ് ത്രൂ ദ ഔട്ടർ സർഫസ് അല്ലേ. ഒന്നിൽ നമ്മൾ നോക്കുമ്പോൾ എന്താണ് ഇന്നർ സർഫസിലൂടെ നോക്കുമ്പോൾ എൻലാർജ് ചെയ്തിട്ട് കാണുന്നതായിട്ട് തോന്നാറില്ലേ? നമ്മുടെ സാധാരണ നമ്മുടെ മുഖത്തിനെക്കാട്ടിലും വലിയ മുഖമായിട്ട് കാണും അല്ലേ. ഔട്ടർ സർഫസിൽ നോക്കുമ്പോഴോ എന്താണ് ചെറിയതായിട്ട് കാണാൻ പറ്റൂല്ലേ. നമ്മുടെ സാധാരണ ഒബ്ജക്റ്റിൻ്റെ സൈസിനെക്കാട്ടിലും കുറഞ്ഞ സൈസിലായിരിക്കും നമ്മുടെ മുഖം കാണാൻ പറ്റുക. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കാൻ നിങ്ങൾ തന്നെ വീട്ടിലുള്ള പുതിയത് യൂസ് ചെയ്യണം കേട്ടോ. നമ്മൾ കുറേ പഴക്കം ചെന്നതിൽ നോക്കി അത്ര ക്ലാരിറ്റി ഉണ്ടാവില്ല. യു ഷുഡ് മേക്ക് യൂസ് ഓഫ് എ ന്യൂ സ്റ്റീൽ ലാഡിൽ. Okay, then try this experiment in order to find what all are the differences between the image formed through the inner surface and outer surface. And what is this actually? ഈ കാണുന്നത് എന്താണ്? This is a silver paper. സിൽവർ പേപ്പർ കണ്ടിട്ടില്ലേ? നമ്മൾ ഡെക്കറേഷൻ പർപ്പസിനും വേറെ കുറേ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് വാങ്ങാറുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് സിൽവർ പേപ്പറിൽ എങ്ങനെയാണ്, സിൽവർ പേപ്പറിലൂടെ നോക്കിയാൽ എങ്ങനെയാണ് ഇമേജ് ഫോർമേഷൻ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഇത് ഉപയോഗിച്ചിട്ടൊരു ആക്ടിവിറ്റി ചെയ്യാം. So, you should paste a silver paper without folds on a postcard size chart paper. ഒരു പോസ്റ്റ് കാർഡിൻ്റെ സൈസുള്ള ചാർട്ട് പേപ്പർ എടുത്തിട്ട് അതിന്മേൽ നമ്മുടെ സിൽവർ പേപ്പർ പിന്നെ പേസ്റ്റ് ചെയ്യുക. എങ്ങനെയായിരിക്കണം? ഒരു ഫോൾഡ് ഒന്നും വരാണ്ട് വേണം നമ്മളത് പേസ്റ്റ് ചെയ്യാൻ. ആൻഡ് കീപ് ദാറ്റ് അണ്ടർ എ ഹെവി ബുക്ക് ആൻഡ് അലൗ ടു ഡ്രൈ. അത് ഉണങ്ങുന്നത് വരെ നമ്മളൊരു കട്ടിയുള്ള ബുക്കിൻ്റെ ഒക്കെ താഴെ പോയി വെക്കുക. നമ്മളങ്ങനെ ചെയ്യാറുണ്ടല്ലേ നന്നായിട്ട് ഉണങ്ങാൻ വേണ്ടിയിട്ട്. Then observe the image of your face on the sheet. എന്നിട്ട് ആ ഷീറ്റിലൂടെ നിങ്ങളുടെ മുഖം ഒബ്സർവ് ചെയ്യുക. ഓക്കെ, ആൻഡ് ഒബ്സർവ് ദ ഇമേജ് കീപ്പിംഗ് ദ ഷീറ്റ് സ്ലൈറ്റ്ലി ബെൻഡ് ഫോർവേഡ്. അപ്പോൾ ആദ്യം നമ്മൾ ബെൻഡൊന്നും ചെയ്യാണ്ട് നോക്കിയപ്പോൾ എങ്ങനെയാണ് മുഖം കണ്ടത്? നമ്മുടെ അതേപോലെ അല്ലേ, നമ്മൾ എങ്ങനെയാണോ നമ്മുടെ ഒബ്ജക്റ്റ് ഇതേപോലെയാണോ അതേപോലെ നമ്മുടെ മുഖവും കണ്ടു അല്ലേ, സെയിം സൈസിൽ. ആൻഡ് ഒബ്സർവ് ദ ഇമേജ് കീപ്പിംഗ് ദ ഷീറ്റ് സ്ലൈറ്റ്ലി ബെൻഡ് ഫോർവേഡ്. കുറച്ചൊന്ന് ഫോർവേഡായിട്ട് ബെൻഡ് ചെയ്തിട്ട്
നമ്മുടെ മുഖം വീണ്ടും നോക്കുക. അപ്പോൾ ചില വ്യത്യാസങ്ങൾ കാണുന്നില്ലേ? നമ്മുടെ സാധാരണ മുഖം പോലെയാണ് അതൊന്ന് ബെൻഡ് ചെയ്യുമ്പോൾ കാണുന്നത്. ആൻഡ് ഒബ്സർവ് ദ ചേഞ്ച് ഇൻ ദ ഇമേജ് വെൻ ദ ഷീറ്റ് ഈസ് ബെൻഡ് സ്ലൈറ്റ്ലി ബാക്ക്വേർഡ്. ഒന്ന് പിറകിലോട്ട് ഇങ്ങനെ ബെൻഡ് ചെയ്യിപ്പിച്ചിട്ട് അപ്പോഴും മുഖം നോക്കുക. അപ്പോഴൊക്കെ നമുക്ക് എന്താ കാണാൻ പറ്റുക? നമ്മുടെ സാധാരണ മുഖത്തിൻ്റെ സൈസിൽ നിന്നും കുറച്ച് സൈസിൽ വ്യത്യാസപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ദർ വിൽ ബി എ ഡിഫറൻസ്. സോ വാട്ട് വിൽ ബി ദ ഡിഫറൻസ് ഇൻ ദ ഇമേജ്? ആ ഇമേജിൻ്റെ ഡിഫറൻസ് അല്ലെങ്കിൽ അതിൻ്റെ പ്രോപ്പർട്ടീസ് എങ്ങനെയായിരിക്കും? നമ്മൾ ഫോൾഡ് ഒന്നും ചെയ്യാണ്ട് ബെൻഡ് ഒന്നും ചെയ്യാണ്ട് പ്ലെയിൻ ആക്കി വെക്കുമ്പോൾ സിൽവർ പേപ്പറിൽ കാണുന്ന ഇമേജ് സെയിം സൈസ് ആയിരിക്കും അല്ലേ? ആസ് ദാറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ്. നമ്മുടെ മുഖം എങ്ങനെയാണോ അതുപോലെ തന്നെ ആയിരിക്കും നമ്മുടെ ഇമേജിൻ്റെ സൈസും. പക്ഷെ നമ്മൾ ബെൻഡ് ഫോർവേഡ്, കുറച്ചൊന്ന് ഫോർവേഡ് ആക്കി ബെൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഒബ്ജക്റ്റ് സ്മോളർ ആയിട്ട് മാറും അല്ലേ? സാധാരണ നമ്മുടെ മുഖം എങ്ങനെയാണോ അതൊന്നും ചെറുതായിട്ടാണ് തോന്നുക. ആൻഡ് വെൻ ബി ബെൻഡ് ബാക്ക്വേർഡ്, കുറച്ച് ബാക്ക്വേർഡ് ആയിട്ട് ബെൻഡ് ചെയ്തിട്ട് ഈ ഫിഗറിലൊക്കെ കാണുന്ന പോലെ ബാക്ക്വേർഡ് ആയിട്ട് ബെൻഡ് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ മുഖം വീണ്ടും ഒബ്സർവ് ചെയ്യുമ്പോൾ വി ക്യാൻ സീ ദാറ്റ് ഇറ്റ് ഈസ് സംവാട്ട് ബിഗർ ദാൻ ദ ഒബ്ജക്റ്റ്. നമ്മുടെ മുഖം എങ്ങനെയാണോ അതിനെക്കാട്ടിലും കുറച്ച് വലിയ സൈസിലായിരിക്കും, ബിഗർ സൈസിൽ അല്ലെങ്കിൽ എൻലാർജ്ഡ് ഫോമിലായിരിക്കും നമുക്ക് കാണാൻ പറ്റുക. ഓക്കെ, so there will be some differences when we bend forward and backward. Okay, from that we can classify the mirrors into 3: plane mirror, convex mirror and a concave mirror. Plane mirror എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അതിൻ്റെ റിഫ്ലക്റ്റിംഗ് സർഫസും പ്ലെയിൻ ആയിരിക്കും. റിഫ്ലക്റ്റിംഗ് സർഫസ് പ്ലെയിനിൽ കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ആ സിൽവർ പ്ലേറ്റ് ഫസ്റ്റ് ഒന്നും മടക്കാണ്ട് നോക്കിയില്ലേ? അപ്പോൾ അത് പ്ലെയിൻ മിറർ ആയിരിക്കും, പ്ലെയിൻ അവസ്ഥയിലായിരിക്കും. ഇനി നമ്മുടെ റിഫ്ലക്റ്റിംഗ് സർഫസ് ഇസ് കർവ്ഡ് ഔട്ട്വാർഡ്, നമ്മൾ പുറത്തേക്കൊന്ന് ബെൻഡ് ചെയ്തിട്ടാണ് നമ്മളത് ചെയ്യുന്നതെങ്കിൽ സച്ച് മിറേഴ്സ് ആർ നോൺ ആസ് കോൺവെക്സ് മിറർ. സോ ഇൻ കോൺവെക്സ് മിറർ ദ റിഫ്ലക്റ്റിംഗ് സർഫസ് ഈസ് കർവ്ഡ് ഔട്ട്വാർഡ്. ഓക്കെ, ആൻഡ് വാട്ട് അബൌട്ട് കോൺകേവ് മിറർ? കോൺകേവ് മിറർ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ റിഫ്ലക്റ്റിംഗ് സർഫസ് ഈസ് കർവ്ഡ് ഇൻവാർഡ്, കുറച്ച് ഉള്ളിലേക്ക് പിന്നെ കേർവ് ചെയ്തിട്ട് കാണുന്ന മിററിനാണ് നമ്മൾ കോൺകേവ് മിറർ എന്ന് പറയുന്നത്. പുറത്തേക്ക് ബെൻഡ് ചെയ്തിട്ടുള്ള മിററിന് കോൺവെക്സ് മിറർ എന്നും, പ്ലെയിൻ റിഫ്ലക്റ്റിംഗ് സർഫസ് ആണെങ്കിൽ അതിനെ പ്ലെയിൻ മിറർ എന്നും പറയും. സോ ദിസ് ഓൾ ആർ ദ സ്ഫെറിക്കൽ മിറേഴ്സ്. ഓക്കെ, നമ്മളത് സ്പെറിക്കലാണെന്ന് കണ്ടെത്താൻ നമ്മളൊരു പ്ലാസ്റ്റിക് ബോൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ആ ബാക്കി വരുന്ന ആ പോർഷൻ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് സച്ച് കോൺകേവ് ആൻഡ് കോൺവെക്സ് മിറേഴ്സ്. ഓക്കെ, അപ്പോൾ കോൺവെക്സ് മിറർ, കോൺകേവ് മിറർ, പ്ലെയിൻ മിറർ എന്നുള്ള 3 ടൈപ്പ് ഓഫ് മിറേഴ്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഇമേജ് ഫോർമേഷൻ നോക്കിയാൽ ഇമേജസിന് ചില വ്യത്യാസങ്ങൾ ഉണ്ടാവില്ലേ? ഫ്രം ദാറ്റ് വി ഷുഡ് നോ വാട്ട് ഈസ് എ വെർച്വൽ ഇമേജ് ആൻഡ് വാട്ട് ഈസ് എ റിയൽ ഇമേജ്. എന്താണ് റിയൽ ഇമേജും എന്താണ് വെർച്വൽ ഇമേജും എന്നൊക്കെ അറിയണം. വാട്ട് ഈസ് എ റിയൽ ഇമേജ്? ദ ഇമേജ് വിച്ച് ക്യാൻ ബി കോട്ട് ഓൺ എ സ്ക്രീൻ. ഒരു സ്ക്രീനിൽ നമുക്ക് കാണിക്കാൻ പറ്റുന്ന ഇമേജിനെയാണ് നമ്മൾ റിയൽ ഇമേജ്. ആൻഡ് ദ ഇമേജ് വിച്ച് ഈസ് ഫോംഡ് ഇൻസൈഡ് ദ മിറർ ബട്ട് കനോട്ട് ബി കോട്ട് ഓൺ എ സ്ക്രീൻ. ഒരു സ്ക്രീനിൽ നമുക്ക് അതിനെ വരുത്താൻ കഴിയില്ല, പക്ഷെ മിററിൻ്റെ അകത്ത് നമുക്ക് ആ ഫോട്ടോ കാണാൻ പറ്റും. അത്തരത്തിലുള്ളതിനെയാണ് നമ്മൾ വെർച്വൽ ഇമേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു റിയൽ ഇമേജ് നമുക്ക് കോൺകേവ് മിറർ ഉപയോഗിച്ചിട്ട് നമ്മൾ ഒരു പ്ലെയിൻ അല്ലെങ്കിൽ ഒരു വൈറ്റ് വാളിലോട്ട് നമ്മൾ ലൈറ്റ് ഡയറക്റ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു റിയൽ ഇമേജ് കിട്ടും ബൈ യൂസിങ് എ കോൺകേവ് മിറർ. കോൺകേവ് മിറർ യൂസ് ചെയ്ത റിയൽ ഇമേജ് ആണ് ഫോം ചെയ്യുക. So we have understood what all are the difference in the image which is formed by a plane mirror, a convex mirror and a concave mirror. അല്ലേ, 3 ടൈപ്പ് മിറർ നമ്മൾ പഠിച്ചു അല്ലേ? പ്ലെയിൻ മിറർ പഠിച്ചു, കോൺവെക്സ് മിറർ പഠിച്ചു, അതേപോലെ കോൺകേവ് മിററും പഠിച്ചു. അപ്പോൾ അതിലും ആ 3 മിററിലൂടെയും ഫോം ചെയ്തിട്ടുള്ള ഇമേജസും സം സോർട്ട് ഓഫ് ഡിഫറൻസ് കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഓക്കെ, ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു.